ഗൈസ്, വെൽക്കം ടു എജുപോഡ്. +1 മാത്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാം. നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളില്ലാതെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങരുത്. എന്താണ് കാര്യങ്ങൾ എന്നല്ലേ? ദ ഫസ്റ്റ് തിങ് ഈസ് റേഡിയൻ ആൻഡ് ഡിഗ്രി കൺവേർഷൻ. എന്താണ് റേഡിയനും ഡിഗ്രിയും? നിങ്ങൾ ഇതുവരെ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്തിരുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി. അതേപോലെ ആംഗിൾ മെഷർ ചെയ്യാനുള്ള മറ്റൊരു യൂണിറ്റ് ആണ് റേഡിയൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം അറിഞ്ഞിരുന്നാൽ മതി. ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. 180 ഡിഗ്രിക്ക് ഈക്വൽ ആയുള്ള റേഡിയൻ മെഷറാണ് പൈ റേഡിയൻ. നമ്മൾ ഈ മുകളിൽ റൈസ് ടു സി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റേഡിയൻ ആട്ടോ, പൈ റേഡിയൻ. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻ. നമ്മൾ ആദ്യം അത് അറിഞ്ഞിരിക്കുക. 180 ഡിഗ്രിക്ക് ഈക്വൽ ആയുള്ള റേഡിയൻ മെഷർ പൈയാണ്. ഇനി നിങ്ങൾക്ക് ഏത് ഡിഗ്രി മെഷർ തന്നാലും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. റേഡിയൻ ഈസ് ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി. നിങ്ങൾക്ക് ഏതാണോ ഡിഗ്രി മെഷർ തരുന്നത് അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേഡിയൻ ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി. രണ്ടാമത്തത്, നിങ്ങൾക്ക് തരുന്നത് റേഡിയൻ മെഷറാണ്, ഡിഗ്രിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഡിഗ്രി ഈക്വൽ ടു ആ π/180 ഒന്ന് തല തിരിച്ചിട്ടാൽ മതി. 180/π ഇൻറ്റു റേഡിയൻ, 180/π ഇൻറ്റു റേഡിയൻ. ആദ്യം ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കുറച്ച് കാര്യങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് തരാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. നമ്മളിതാ 60⁻1 എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇതെന്താ നമ്മൾ വായിക്കുക? മിനിറ്റ്സ്, 60 മിനിറ്റ്സ് കേട്ടോ. ഇനി അതേപോലെ തന്നെ 1 മിനിറ്റ് എന്ന് പറയുന്നത് which is 1 minute is equal to 60 seconds. ഇത് 60 സെക്കൻഡ്സിന് ഈക്വൽ ആണ്. ഇതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം ഇതാണ്. റേഡിയൻ ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി ഈക്വൽ ടു 180/π ഇൻറ്റു റേഡിയൻ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. 240 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള റേഡിയൻ മെഷർ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇക്വേഷൻ റേഡിയൻ ഈസ് ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി. ഇങ്ങനെയല്ല ഞാൻ എഴുതാൻ പറഞ്ഞത്. അങ്ങനെയാണ് നോക്ക്, π/180 ഇൻറ്റു, നിങ്ങൾക്ക് ഇവിടെ ഡിഗ്രി മെഷർ തന്നത് 240 ആണ്. വളരെ സിമ്പിളാണ്. ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. 24ഉം 18ഉം രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത് 6 പോകൂലേ? അപ്പോൾ 24 6 എത്ര തവണ? 4. 18 6 എത്ര തവണ? 3. അപ്പോൾ ആൻസർ നോക്ക്, 4 ഇൻറ്റു π, 4π ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 4π/3 റേഡിയൻ ആയിരിക്കും ആർക്ക് ഈക്വൽ ആയിട്ടുണ്ടാവുക? 240 ഡിഗ്രി. സിമ്പിൾ അല്ലേ? കാര്യം കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ നേരെ തിരിച്ചാ. റേഡിയൻ മെഷർ തന്നിട്ടുണ്ട്, ഡിഗ്രിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ മാറിയടാ. നേരത്തെ റേഡിയൻ ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഈക്വൽ ടു തല തിരിച്ചിട്ടാൽ മതി, 180/π ഇൻറ്റു റേഡിയൻ. ഇത് വളരെ സിമ്പിളാണ്. 180 ഡിവൈഡഡ് ബൈ π ഇൻറ്റു റേഡിയൻ എത്ര നോക്ക്? 5π/3. ഓക്കെ, വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ ചെയ്യാന്നല്ലേ? നിങ്ങൾ ആദ്യം ആ പൈയും ഒന്ന് ക്യാൻസൽ ചെയ്താൽ നോക്ക്. ഈ പൈയും ക്യാൻസൽ ചെയ്തു. 180യും 3യും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 18/3 6. അപ്പോൾ 60 ആണ് ഇവിടെ വരിക. 60 ഇൻറ്റു 5 ആണ്. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ. 60 ഇൻറ്റു 5. വാട്ട് ഈസ് 60 ഇൻറ്റു 5? 6 5 30. അപ്പോൾ ആൻസർ വരിക, ഒരു 0 കൂടി ഇട്ടാൽ 300 ഡിഗ്രി ആയിരിക്കും നിങ്ങളുടെ 5π/3 റേഡിയന് ഈക്വൽ ആയിട്ടുണ്ടാവുക. സിമ്പിൾ അല്ലേ? ആൻഡ് 1 മോർ ക്വസ്റ്റ്യൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതും കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ എപ്പോഴും ഡിഗ്രി മെഷറിൽ തരുന്ന ഒരു സംഭവം റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് കംപ്ലീറ്റ്ലി ഡിഗ്രിയിലാണെങ്കിലേ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിൽക്കാവും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ തന്ന ഈ ആംഗിൾ ഇത് കംപ്ലീറ്റ്ലി ഡിഗ്രി അല്ല. അപ്പം നമ്മൾ ഇതിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. ആൻഡ് ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം കൂടി ആലോചിക്കുക. 40 ഡിഗ്രി 20 മിനിറ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? 40 ഡിഗ്രി ഉണ്ട്, 20 മിനിറ്റും ഉണ്ട്. മിനിറ്റും നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഡിഗ്രിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കടാ, ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യം 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റാണ്. ഓക്കെ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ 1 മിനിറ്റ് അത് എത്ര ഡിഗ്രി ആയിരിക്കും? ഈ 60 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 1/60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 മിനിറ്റ് എന്ന് എനിക്ക് എഴുതി കൂടെ? നമുക്കിവിടെ 20 മിനിറ്റ് ഉള്ളത്. ആ 20 മിനിറ്റിന് ഒന്ന് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നോക്കേ, 1 മിനിറ്റ് 1/60. അപ്പോൾ 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 21 മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇവിടെയും 21 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1/60 ഇൻറ്റു 20 ഡിഗ്രി. ദിസ് ഈസ് വെരി സിമ്പിൾ. 0 ക്യാൻസൽ ചെയ്യുന്നു. 2/6 എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ 1/3 ഡിഗ്രി ആയിരിക്കും ആർക്ക് ഈക്വൽ ആയിട്ടുണ്ടാവുക? 20 മിനിറ്റിന് ഈക്വൽ ആയുള്ള ഡിഗ്രി മെഷർ. ഈസി അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. 1 മിനിറ്റ് 1/60. എത്ര മിനിറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ഇൻറ്റു ആ മിനിറ്റ് 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് മാറ്റി എഴുതിക്കുക നിങ്ങൾ. ഇപ്പോൾ മാറ്റി എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കിട്ടുക, 40 ഡിഗ്രി ഉണ്ട് പ്ലസ് ഒരു 1/3 ഡിഗ്രി ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 40 ഇൻറ്റു 3 120, 120 പ്ലസ് 1 121. അപ്പോൾ 121/3 ഡിഗ്രി. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഡിഗ്രി മെഷർ. ആൻഡ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. റേഡിയൻ ഈസ് ഈക്വൽ ടു π/180 ഇൻറ്റു ആ ഡിഗ്രി. ആ ഡിഗ്രി എത്രയാണെന്ന് നോക്ക്, 121/3.
ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ 121 ഇൻറ്റു പൈ 121 പൈ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 180 3 ഇൻറ്റു 18 54, അപ്പോൾ 540. അപ്പോൾ ഇതായിരിക്കും എന്ത് നിങ്ങളുടെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള റേഡിയൻ മെഷർ. സിമ്പിൾ ആണോ? ഈസി അല്ലേ? അപ്പം ഈ കാര്യങ്ങൾ, ഈ 3 ചോദ്യങ്ങളില്ലാതെ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങരുത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.